രാവിലത്തെ ഉച്ച പൂജ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് വീട്ടിലോട്ട് പോകാമെന്ന്. അങ്ങനെ അമ്പലം അടച്ച് നേരെ മഠത്തിലോട്ട് ആദ്യം പോയി. എത്തിയ ഉടനെ അടുത്ത വേറൊരു മുണ്ടെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണമൊക്കെ അല്ലേ, ഇപ്പോൾ മുണ്ട് കൊടുക്കാൻ അറിയാത്ത ചങ്കിന് ഈ വീട് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ എത്ര പേർക്ക് ഈ രീതിയിൽ മുണ്ട് കൊടുക്കാൻ അറിയാമെന്നും കൂടി കമൻറ്റ് ചെയ്യും. ഞാൻ കൊടുക്കുന്ന രീതി വെച്ചാണെങ്കിൽ മുണ്ടിൻ്റെ കരയൊക്കെ നേരെ ഫ്രണ്ടിൽ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഒരു ഹാഫ് കൈ ഷർട്ടും ഇട്ട് നേരെ ഇറങ്ങി കേട്ടോ. നേരെ ഇനി പോകുന്ന അമ്പലത്തിലോട്ടാണ്. അവിടെ എൻ്റെ ബാഗ് ഇരിപ്പുണ്ട്, ബാഗ് എടുത്തുകൊണ്ട് പോകാൻ. അങ്ങനെ ബാഗ് ഇട്ട് നേരെ ഇറങ്ങി കേട്ടോ. വേറെ ഒന്നും നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകണം. വഴിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി കരിക്കകത്തുള്ള പെട്രോൾ പമ്പിലും കയറി നേരെ പോകുന്ന ലുലു മാൾ വഴിയാണ്. നമ്മളുടെ തിരുവനന്തപുരംകാരുടെ സ്വകാര്യ അഹങ്കാരമായ ലുലു മാളിൽ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഞാൻ നേരെ ലുലു മാൾ കടന്ന് ആക്കുളം വഴിയാണ് പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ആക്കുളം കായൽ. വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ എത്തിക്കുന്നത് നമ്മളെ UST ഗ്ലോബലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശരവണ ഭവനിലാട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെന്ന് കൈയും കഴുകി സീറ്റും പിടിച്ച് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഫുഡ് എത്തി. ഞാൻ പ്ലെയിൻ ദോശ ആയിട്ട് ഓർഡർ ചെയ്തത്. അതായത് 3 പ്ലെയിൻ ദോശയും കഴിച്ച് അവിടെ നേരെ ചെമ്പഴന്തി വഴിയാട്ടോ പോയത്. അപ്പോൾ ചെമ്പഴന്തിയിലുള്ള മെയിൻ കാര്യം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതെ, നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന ഇവിടെ ആട്ടോ. അതുപോലെ കുറച്ച് മാറി നമ്മുടെ സ്വന്തം SN കോളേജ് ചെമ്പഴന്തി ഉണ്ട് കേട്ടോ. പോകുന്ന വഴി നമ്മൾ അഖിൽ മാരാറ് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്ത കടയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ്, അവിടെ നേരെ പോയത് മടവൂർപ്പാറ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം മടവൂർപ്പാറ. ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീട്ടിൽ ചെന്നോണ്ടേ ഡ്രസ്സൊക്കെ മാറി നേരെ മോൻ്റെ അടുത്ത് നിന്നു. അങ്ങനെ മോനെ എടുത്ത് കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവനെ തോളിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കി തോളിൽ തട്ടി അവൻ്റെ കൂടെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ്. മോനെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നേരെ പറമ്പിലോട്ട് പോയിട്ടോ. അമ്മ പറഞ്ഞ് കുറച്ച് ഇല വെട്ടിക്കൊണ്ട്. അങ്ങനെ ഇലയും വെട്ടി ഞങ്ങളുടെ വാഴയൊക്കെ നോക്കി, വാഴയും കൊലകളെല്ലാം നോക്കിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ ചെന്നോടനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷം കുളിച്ച് റെഡിയായി നേരെ ഇറങ്ങി കേട്ടോ. അടുത്ത അമ്പലത്തിൽ ഇപ്പോൾ സമയമായി 5 മണിക്ക് അടുത്ത് അമ്പലം തുറക്കേണ്ടത്. അങ്ങനെ അമ്പലമൊക്കെ തുറന്ന് വെറുതെ പുറത്തോട്ട് നടക്കുമ്പോഴാണ് ഈ ചെടി എന്നെ കണ്ണിപ്പെട്ടത്. ഈ ചെടിയുടെ പേരാണ് എരിക്ക്. ഈ എരിക്കും പോലും പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ അപ്പൂപ്പൻ തടി ഉണ്ടാകുന്നത്. കണ്ണിപ്പെട്ട അപ്പൂപ്പൻ തടിയുടെ ഒരു കൂട്ടത്തിനെ ഞാൻ പൊക്കി എന്നിട്ട് കയ്യിലങ്ങ് എടുത്തു. കുറച്ചു നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങ് കുടഞ്ഞങ്ങ് ഇട്ടു. പോകുന്നതാണ്ട് പിന്നെ പറന്നു പോകണ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ. പറപ്പിക്കലൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേറി നിവേദ്യം നോക്കിയതിന് ശേഷം കണ്ണാടി ചെന്ന് 2 വീഡിയോ ഒക്കെ എടുത്ത് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അമ്പലം. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിലെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കരിക്കയും ചാമുണ്ടി ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.